BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. തമിഴ്നാട് തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ ടി.വി.കെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങളോട് പ്രതികരിച്ച് നടൻ രാഘവ് ലോറൻസ് രംഗത്തെത്തി. വാർത്തയെ തള്ളുകയോ അംഗീകരിക്കുകയോ ചെയ്യാതെ നടൻ എത്തിയിരിക്കുകയാണ്. ഈ മാസം 11 അമ്മയുടെ അനുഗ്രഹത്തോടെ സുപ്രധാന തീരുമാനമുണ്ടാകുമെന്നാണ് രാഘവ് ലോറൻസ് എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രിയിലും ടി.വി.കെ നേതാവുമായ സി ജോസഫ് വിജയ് മത്സരിച്ച് വിജയിച്ച 2 സീറ്റുകളിലൊന്നാണ് തിരുച്ചിറപ്പള്ളി ഈസ്റ്റ്. മറ്റൊരു സീറ്റായ പെരുന്തൂർ നിലനിർത്തിക്കൊണ്ട് തിരുച്ചിറപ്പള്ളി ഒഴിയുകയാണ് വിജയ് ചെയ്യുന്നത്. ഈ സീറ്റിൽ രാഘവ് ലോറൻസ് മത്സരിക്കുമെന്ന തരത്തിൽ വലിയ പ്രചാരണമാണ് നിലവിൽ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത്. നേരത്തെ നടി തൃഷ ഈ സീറ്റിൽ മത്സരിച്ചേക്കുമെന്ന തരത്തിലും വാർത്തകൾ പ്രചരിച്ചിരുന്നു. തിരുച്ചിറപ്പള്ളിയിലെ വോട്ടർമാർക്ക് നന്ദി പറയാനായി സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ നിങ്ങളിൽ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രി വിജയ് അന്ന് പ്രഖ്യാപിച്ചത്. അതോടെ അവിടെ തന്നെയുള്ള ആരെയെങ്കിലുമാകും വിജയ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തിരഞ്ഞെടുക്കുക എന്നായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്ന വിലയിരുത്തൽ. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയായി നടനും സംവിധായകനും സാമൂഹിക പ്രവർത്തകനും ഒക്കെയായ രാഘവ് ലോറൻസ് സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനകൾ വെളിയിൽ വരുന്നത്. ഇതിനു പിന്നാലെയാണ് സാമൂഹിക മാധ്യമത്തിൽ വിശദീകരണക്കുറിപ്പുമായി അദ്ദേഹം തന്നെ മുന്നോട്ട് വന്നത്. വിഷയത്തിന്റെ സത്യാവസ്ഥ അറിയാനായി നിരവധി മാധ്യമപ്രവർത്തകർ തന്നെ ബന്ധപ്പെടുന്നുണ്ടെന്നും ഈ സാഹചര്യത്തിലാണ് ഈ കുറിപ്പ് പങ്കുവെക്കുന്നതെന്നും രാഘവ് ലോറൻസ് വ്യക്തമാക്കി. നിലവിൽ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ബെൻസ് എന്ന ചിത്രത്തിന്റെ തിരക്കിലാണ് അദ്ദേഹം. അതിന്റെ ചിത്രീകരണം ഈ മാസം 10-ാം തീയതി പൂർത്തിയാകും. തൊട്ടടുത്ത ദിവസം 11-ാം തീയതി രാവിലെ 9:30 അമ്മ കൺമണിയുടെ അനുഗ്രഹത്തോടെ സുപ്രധാന തീരുമാനം നടത്തും എന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചിരിക്കുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.